കച്ചോടം കൂടണയാനൊരു തറവാട് തങ്കേരിക്കട മേലാള് കുരുവിയടക്കട രാജാവ് കോഴി കൂകും ഒരു നേരം തൊട്ടിന് ചിന്തയിൽ അത് മാത്രം കാണണ്ടേ കാണണ്ടേ വാളോരെ കാണണ്ടേ ആനത്തലയോളം ചേനക്കാര്യം വേലകളും തലവേലികളും നടുതല്ലിയലച്ചു ചിരിക്കണ ചരിതം അമ്പടമ്പോ പോയി മരുന്നിട്ടാ. അല്ലേ ഇതെവിടെ നീട്ടി? ഞാൻ സ്കൂളിലോട്ട് വരുമ്പോഴേ ഒരപ്പൂപ്പൻ തന്നതാ. കൊണ്ണി കൊണ്ടവര് തരുന്നത് മേടിക്കരുത് നിന്നോട് പറഞ്ഞിട്ടുണ്ടാ? കാലൊടിഞ്ഞ ഒരാളവിടെ തെരുവിലിരിക്കണ്ടായിരുന്നു, ആളുടെ നീട്ടിയതാണ്. നല്ല ചന്തം തോന്നിപ്പോ വാങ്ങിയതാ. നോക്കട്ടെ. ആ പറഞ്ഞ പോലെ നല്ല രസമുണ്ടല്ലോ ചേച്ചി. ഇത് കണ്ടിട്ടേ നമ്മുടെ ഹിന്ദി സിനിമ നടിയില്ലേ മനീഷ കൊയ്രാള, അതുപോലെ ഇരിക്കുന്നുണ്ട്. എന്റെ പൊന്നു സൂസൻ, നീ അവന്റെ മുറിവിൽ മരുന്ന് വെക്കാൻ നോക്കടി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. വാങ്ങി നോക്കി നടക്കാൻ പാടില്ല സൂസൻ. നിനക്ക് ഈശോ മിണ്ടോ അവിടെ ഇരിക്കവിടെ അവിടെ ഇരിക്ക. ഇതെന്താണ് പെട്ടെന്നിങ്ങനെ? അയ്യോ നല്ല വേദനയുണ്ടോ? അത് ഞാൻ വല്ലതും ചെയ്തു. കുറച്ചു നേരമായി കുരുവേട്ടന് വെള്ളം ചൂടാക്കിയപ്പോ പറ്റിയതാണ്. അയ്യോ, എന്നിട്ട് കുരുവേട്ട മരുന്ന് വാങ്ങാൻ പോയിണ്ട? ഓയിന്റ്മെന്റ് പരത്തിയാ മതി. നിന്റെ നടുവന മറടി. ആ ചെറുതായിട്ട് കുറവുണ്ട് പ്രാഞ്ചി ചേട്ടാ. അതെ, ഞാനൊരു സംശയം പറഞ്ഞ കളിയാക്കുവോ? അതെ, ഈ ജൂനിയർ മാൻഡ്രയ്ക്ക് സിനിമയില് അതിലത്തെ മുതലല്ലേ ഇത്? പിന്നെ അസൂയ അതുകൊണ്ടൊന്നല്ല, അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. ഇവൾക്ക് കൊടുത്ത ആളുടെ കാലിന് പ്ലാസ്റ്റർ ഇട്ടുണ്ടായിരുന്നേ. കാലുടിയിലൊക്കെ സ്വാഭാവികണ്ടാ. എന്റെ പ്രാഞ്ചി അത് മാത്രമല്ല, ദീപക്കടെ കയ്യിൽ നിന്ന് അതും തട്ടിപ്പറിച്ചിട്ട് ഓടിയപ്പോഴത്തേനും ഒരു കാര്യമില്ലാതെ അവിടെ അലച്ചും കെട്ടി വീണ അവന്റെ കൈ പൊട്ടി. അത് മാത്രമാണോ പ്രാഞ്ചി ചേട്ടാ? അതിങ്ങോട്ട് എന്റെ കയ്യിലോട്ട് വാങ്ങിയതുള്ളൂ, ഒരു കാര്യമില്ലാണ്ട് ഞാൻ നടുവിളിക്ക്. ഇപ്പൊ എന്റെ കയ്യും പൊള്ളി. എന്നാ പിന്നെ എന്തുകൊണ്ട് ഈ സാധനം ഇവിടെ എടുത്ത് വെച്ചേക്കണം? എടുത്ത് കളഞ്ഞൂടത്. ഞാനേ അതെ, ഇതൊക്കെ വെറും സിനിമയിലെ കെട്ടുകഥകളാണ്. അതേമാതിരി ഇവിടെ ജീവിതത്തില് പ്രാഞ്ചേട്ടന് ഇതിനെ എടുത്ത് കാളാ. എനിക്കിതിനെ കണ്ടിട്ട് പേടിയാവുക. അതിന്റെ മുഖം കണ്ടിട്ടൊരു ശല്യക്കാരിയാന്ന് എനിക്ക് തോന്നല്ലേ? പാവന്റെ കൊയിരാളാ, ഞാൻ അതിനെ നോക്കിയോളാം. എത്ര പെട്ടെന്ന് മനുഷ്യന്മാരെ മനസ്സിൽ അന്ധവിശ്വാസം കയറണേ. അതിവിടെ ഇരിക്കട്ടെ, എന്താ ഉണ്ടാവണേന്ന് എന്തുട്ടി പ്രാഞ്ചേട്ടാ, നീ പോയി വേറെ വല്ല പണിണ്ടാ നോക്കണേ. ചേച്ചി എന്താ ചേച്ചി? എന്താടി? ആ ലോനപ്പഞ്ചേട്ടന്റെ പറമ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ ദൂരെ പൊരിക്കിട്ട പണ്ടാരം. എനിക്ക് ഉറപ്പാണ് ആ പണ്ടാരം വന്നോണ്ടാണ് ചൂടുവെള്ളം എന്റെ കയ്യിലോട്ട് വീണത്. അപ്പുറത്തെ പറമ്പിലിട്ടിട്ടായിരുന്നില്ലേ? ആ ലോനപ്പഞ്ചേട്ടന്റെ പറമ്പിലേക്ക് ഇടാന്ന് വെച്ചതാ. ഡെയ്സി സ്കൂളിൽ നിന്ന് വരുമ്പോ വഴക്കുണ്ടാക്കില്ലേ? അവൾ വഴക്കുണ്ടാക്കിക്കോട്ടെ, ആ സാധനത്തിന് ഇനി പെരക്കാത്തോട്ട് കയറ്റൂലല്ലോ. ആ ലോനപ്പഞ്ചേട്ടന്റെ വേലിന്റെ എവിടെയാ വെച്ചിരിക്കുന്നേ? അയാള് കണ്ട എടുത്തോണ്ട് പോയിക്കോളും. എന്താ എന്താ ഒരു ബഹളം കേൾക്കുന്നേ? അയ്യോ, ലോനപ്പഞ്ചേട്ടനല്ലേ കൊണ്ടാണ്. എന്താ എന്ത് പറ്റി? ഇവിടെ ലോനപ്പേണ്ട തലയിലേ താങ്ങ വീണു.
റോട്ടിലത്തെ എളുപ്പതാണല്ലോ. കണ്ട ഇപ്പൊ മനസ്സിലായ നിനക്ക്, വിശ്വാസമായ നിനക്ക്? ഇതൊക്കെ കണ്ട എങ്ങനെയാ ചേച്ചി വിശ്വസിക്കാണ്ടിരിക്കുന്നേ? എന്റെ പൊന്നോ, എന്തൊരു നീറ്റലാണ്. ഇതെന്താ? ഞങ്ങളുടെ പറമ്പിന്റെ മൂലയിൽ നിന്ന് കിട്ടിയതാ. കുട്ടികൾ കളിക്കുന്നതാവും. എന്താ വാസു തന്നെ ഉണ്ടണേ? കാലും എന്താണ് കേറിയതാ. ചുട്ട് നേറിയിട്ട് വയ്യ. ഒരു പോയിസൺ ഇഞ്ചക്ഷൻ അടിച്ചിട്ട് വരാം. എന്റെ പൊന്നു സൂസേ, കഷ്ടകാലം പോയെന്നാട്ടാ ഞാൻ വിചാരിച്ചത്. ആലീസ് ചേച്ചിയെ, ഇതാരാ വന്നേക്ക് നോക്കിയേ? ഇളയമ്മ. എന്റെ പൊന്നു മോളെ, കഷ്ടകാലം മാറിയിട്ടില്ലട്ടാ, അതിപ്പോ ഉറപ്പായി. എടി പെണ്ണുങ്ങളെ, ഇളയമ്മേ, ദേ ഞാൻ ആരാടി നിങ്ങളെ? എന്താടി ചോദിച്ചു കേട്ടില്ലേ? നാ പറഞ്ഞിപ്പോയോ? എടി ഞാൻ ആരാണെന്ന്. ഇളയമ്മ. ആണല്ലോ. ആ, വല്ലോരും പറഞ്ഞിട്ട് വേണോടി ഞാൻ ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാന്. ഇവിടെ അതിന് എന്ത് വിശേഷമാണ് ഉണ്ടായത്? നിനക്ക് കയ്യിലിടാൻ നല്ലൊരു തടവള കിട്ടിയെന്ന് പറയുന്ന കേട്ടല്ലോ. എന്റെ പൊന്നേളേമ്മേ, അത് ചെറുതായിട്ടൊന്ന് പൊള്ളിയതാണ്. നിങ്ങൾ പറയുന്നില്ലേലും ഞാൻ ഇതൊക്കെ അറിയുന്നുണ്ട്. ഇളയപ്പന്റെ വലിയ ഇവിടെ വരുന്നുണ്ടല്ലോ. ദേ ആ മനുഷ്യന്റെ വർത്താനം ഇവിടെ കേക്കണ്ട. നിങ്ങൾക്ക് അയാളെ ഇളയപ്പനായിരിക്കും, എനിക്ക് അയാളും. എന്റെ പൊന്നേളേമ്മേ, നിങ്ങൾ തമ്മിൽ ഇപ്പോഴും വഴക്കാണോ? അയാളെ ഞാൻ സ്നേഹിക്കുന്ന അത്ര വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ആ എന്തു പറയാനാ, നല്ലൊരു പട്ടാളക്കാരൻ വന്ന് പെണ്ണാലോചിച്ചതാ. എനിക്ക് യോഗം ഇല്ലാണ്ടായി. അല്ല, എത്ര നാളെ ഇളയമ്മ ഇങ്ങോട്ട് വന്നിട്ട്? വായോ, ചായ കുടിക്കാം. ഞാൻ എന്താടി തിന്നാനും കുടിക്കാനും ഇല്ലാത്തടന്ന് വന്നതാണോ? എനിക്ക് വേണ്ട നിങ്ങളുടെ ചായയും കടിയൊന്നും. എന്റെ പൊന്നേളേമ്മേ, നിങ്ങ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയണത്? നിങ്ങളുടെ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ലല്ലോ. നിങ്ങളായിട്ട് അതിന് തുനിയേ വേണ്ട, നടക്കേ ഇല്ല. ഇങ്ങോട്ട് മാറിയില്ല. പൊന്നോ, എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്തേക്കുന്നേ? ഒരു ഓയിൽമെന്റ് വരട്ടിയിട്ടുണ്ട്. വേറെ എവിടെയും പൊള്ളാത്ത കുരുത്തം. അല്ലെങ്കിൽ കുരുവിക്ക് വരെ പെണ്ണാലോചിക്കേണ്ടി വന്നേന്. ഇതെന്താടി കിടക്കണേ? ആ ഇത് കൊള്ളാലോ. നിങ്ങക്കിത് വേണ്ടടി? ഞങ്ങൾക്ക് വേണ്ട, ഇളയമ്മ വേണേ എടുത്തോ. ആ ഷോക്കേസിൽ വെക്കാല്ലേ? അതന്നെ. ഇത് ഞാൻ എടുത്തോളാം. നല്ല ചന്തമുണ്ട്.